നമുക്ക് ചീരച്ചേമ്പ് കൊണ്ടുള്ള ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് തോരൻ വയ്ക്കുന്ന ചേമ്പലയാണ്, ചൊറിയത്തൊന്നുമില്ല, ആരും അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ വെള്ളത്തണ്ടോട് കൂടി നിൽക്കുന്ന ചേമ്പാണിത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തോരനാക്കാം. അതിനായിട്ട് ഞാനിത് നന്നായിട്ട് കഴുകി അതിൻ്റെ തണ്ട് പ്രത്യേകം എടുത്തിട്ടുണ്ട്. ഇലയും നമുക്ക് വൃത്തിയായിട്ട് അരിയാൻ പാകത്തിൽ നമുക്ക് എടുത്തു വയ്ക്കണം. എന്നിട്ട് നമുക്കിത് തണ്ട് വളരെ കട്ടി കുറച്ചൊന്നും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ ഇലയും അരിഞ്ഞ്, ഇത് നല്ല ഈ വെള്ളം ഉള്ള തണ്ടാണ്, അതുകൊണ്ട് നമ്മൾ അടപ്പേ പാകം ചെയ്യുമ്പോഴതിൽ വെള്ളം അധികം വയ്ക്കരുത്. അപ്പം ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് തേങ്ങ ഒരു മുറി വേണമെങ്കിൽ അരമുറി തേങ്ങ, ഞാനിപ്പോൾ ഇതിൽ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് നല്ല എരിവ് വേണം, അതിന് കാന്താരിയോ പച്ചമുളകോ ഒക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട്, അതുപോലെ വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, ഇതെല്ലാം കൂടെ എടുത്ത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞത്, പിന്നെ 2 മുട്ട വേണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചാൽ മതി. അതിന് പകരം നമുക്ക് ചെറുപയർ വേണമെങ്കിൽ ഇടാം. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഈ ഇലക്കറികൾ അങ്ങനെ കഴിക്കുകയില്ല, അപ്പോൾ അതിനൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ മുട്ട ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കടുക് താളിച്ച് നമുക്ക് തോരനാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കാം. അപ്പം കടുക് താളിച്ചിട്ട് നമുക്ക് ആദ്യം ഈ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് നമുക്കൊന്ന് തോർത്തിയെടുക്കാം. നമ്മൾ ഏത് തോരൻ വയ്ക്കുകയാണെങ്കിലും ഇങ്ങനെ അരപ്പിട്ട് ആദ്യം ആ കടുക് വറക്കുന്നതിൻ്റെ കൂടെ അതൊന്ന് തോർത്തിയെടുക്കാമെങ്കിൽ നമ്മൾ രാത്രിയിലൊക്കെ തോരനിരുന്നാൽ അത് കേടാവുകയില്ല. കല്യാണ സദ്യകൾക്കൊക്കെ തോരൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നന്നായിട്ട് ഈ അരപ്പ് തോർത്തിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 മുട്ടയും കൂടെ ഒഴിക്കാം. അപ്പോൾ മുട്ടയും ഒഴിച്ച് അതും ഒന്ന് വെന്ത് കിട്ടുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയിട്ടു. അതിൽ ഉപ്പ്, നമ്മൾ ഇല കണ്ട് ഉപ്പിടരുത്. പിന്നെ വെച്ചാൽ ഈ തോരന് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പകുതിയെ കാണുകയുള്ളൂ. അപ്പോൾ അവസാനം ഉപ്പിട്ടാലും മതിയാവും. അപ്പോൾ ഉപ്പിട്ടു. അതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടു. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടു. ഇലക്കറികൾക്കൊക്കെ ഇച്ചിരി മഞ്ഞൾപ്പൊടി അധികം ഇടുന്നത് നല്ലതായിരിക്കും. ഉപ്പിട്ടു. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം വേണമെങ്കിൽ സ്വല്പം ഒഴിക്കാം. ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ആ മുട്ടയുടെ ഒരു മണവും ഒക്കെ നല്ല അടിപൊളി ഒരു തോരനാണ്. അന്നേരം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. പ്രത്യേകിച്ചും ഇലക്കറികളൊക്കെ കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർ ആ ഇലത്തോരനൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.